ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹെയ് ഗെയിമർ. നമ്മളെന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഒരു കളിയൊക്കെ കളിക്കാം. ആയിരത്തി തന്നെ വന്നിട്ടോ. നമ്മളെ കന്നവേരോ പോയിക്കോട്ടോ. അപ്പോൾ പകരം നമ്മൾ ആൾക്കാരൊക്കെ അവിടെ ഇറക്കുകയാണ്. ഒസാടെ ഇറക്കട്ടെ, അതല്ലേ അതന്നെ. എന്തായാലും നമുക്ക് വെളിയിലോട്ട് പോകുന്നുണ്ട്. കോമ്പറ്റീഷൻ ഇൻഫോയിൽ നോക്കാം. നമ്മൾ 6ാം സ്ഥാനത്ത്, ഇതിലും നെയ്മർ 6ാം സ്ഥാനത്ത്. കുറച്ച് കളിപ്പാണല്ലോ. ജസ്റ്റിൽ പിന്നെ ഒന്നും നോക്കണ്ട. റൈക്കാർഡ് 2 അസിസ്റ്റ്. അത് മതി. നെയ്മറാ, നമ്മൾ എന്തുകൊണ്ടാണ് നെയ്മറിനെ കൊണ്ട് തന്നെ അടുപ്പിക്കാൻ നോക്കണേ? നെയ്മർ ടോപ്പ് സ്കോററിൽ വരാനാണ്. അതുകൊണ്ടാണ് നമ്മൾ നെയ്മറിനെ കൊണ്ട് തന്നെ അടുക്കുന്നത്. നമ്മൾ വേറെ ഒന്നും വിചാരിക്കണമെങ്കിൽ ഞാൻ നെയ്മർ ഫാനൊന്നുമല്ല, മെസ്സി ഫാൻ തന്നെയാണ്. പക്ഷേ നെയ്മറിനെ കൊണ്ട് ഓടിച്ചാലേ ശരിയുള്ളൂ. കഴിഞ്ഞ കളി നെയ്മറിനെ ബ്ലിച്ചടിക്കാനേ പറ്റിയില്ല. പക്ഷേ നമ്മൾ ഇക്കളി അത് റെഡിയാക്കും. നെയ്മറിൻ്റെ ബ്ലിച്ചാവും. ബ്ലിച്ച് തിരിച്ച് കൊണ്ടുവരും കേസ്. എന്തായാലും കളിയിലോട്ട് പോകാം. ഒരു ടീമൊക്കെ സ്ട്രക്ചർ ഒക്കെ ചെയ്യാൻ പറ്റും. ബാങ്ക് വീട്ടാൻ കഴിയിട്ടാട്ടെ. നെയ്മർ ജൂനിയർ പരിപാടി കളിക്കാണ്. കളി തുടങ്ങിയിട്ടുണ്ട്. മയത്താണല്ലോ കളി. പനി പിടിക്കുമോ? കളി തുടങ്ങിയിട്ടില്ല, അപ്പം തന്നെ അതാ മുണങ്ങാൻ പോണ്. ബെല്ലേട്ടി, കാൻറ്റോണ, സനേട്ടി, ഇറ്റ്സ് നെയ്മർ ജൂനിയർ എവിടെ? നീ സ്കില്ലും അഗ്രഷൻ ഇല്ലാത്ത ആളാണ്, അങ്ങനെ ചെയ്യല്ലേ. സ്കില്ലെടുക്കാൻ നോക്കുമ്പോൾ അഗ്രഷൻ തൊട്ട് വിളിക്കും. അഗ്രഷൻ ഇല്ല നെയ്മറിന്. അഗ്രഷനും ഇല്ല, ആക്രോസും ഇല്ല. ഗായ്സ്, ഞാൻ സ്കില്ലെടുക്കാതെ ചെയ്യണോ? പക്ഷെ അറിയാതെ അവന് കഴിക്കുന്ന ബോൾ പോയി. അല്ലാഹു വെറുതെ പോണ ബോള്. ബെല്ലേട്ടി, ബൊയാൻ ക്രിക്കിച്ച്, എൽഹാജി ദിയോഫ്, നെയ്മർ ജൂനിയറിലോട്ട് വിളിച്ച്. അത്രക്കും കുറച്ചൊക്കെ ഇടിച്ചതായതുകൊണ്ടാണ് പുറത്ത് പോയത്. നമുക്ക് കുറച്ച് ദൂരത്തുനിന്ന് ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചാൽ 1.5 വിളിച്ചാവും. ഗബ്രിയൽ സുസാവുസോ, എൽഹാജി ദിയോഫ്, ബൊയാൻ ക്രിക്കിച്ച്, ഡിയാഗോ ഫോർലാൻ, നെയ്മർ ജൂനിയറിലോട്ട്. നെയ്മർ അടുത്ത വിളിച്ചടിക്കാൻ പോവുകയാണ്. ബ്ലോക്ക് ചെയ്യാണ് ബോള്. നെയ്മർ ജൂനിയറിലോട്ട് അടുത്ത വിളിച്ച്. ഗായ്സ്, നെയ്മറിൻ്റെ ബ്ലിച്ചൊക്കെ ഇപ്പോൾ പുറത്തോട്ടാണല്ലോ പോണത്. നെയ്മർ കളി അത് റെഡി ആക്കിയിരിക്കും. വാശിയിലാണ് നെയ്മർ വന്നിട്ടുള്ളത്. നെയ്മറെ റെഡിയാക്കി കൊടുക്കുക. നെയ്മറെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാം പറഞ്ഞിട്ട് നെയ്മറോട് സെറ്റാക്കിക്കണേ. നെയ്മർ പറഞ്ഞു ഓക്കെ, ഇറ്റ്സ് മൈ ഇത്. അല്ല, ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ആ ബെല്ലൈക്കനോട് ഒന്ന് നോക്കിയിട്ട് വീഡിയോ കണ്ടു കേട്ടോ. ഇതൊക്കെ ആയാലും വെറുതെ ഇരിക്കില്ല, അതൊക്കെ ചെയ്യുമായിരിക്കുമല്ലോ അല്ലേ. ഡിയാഗോ ഫോർലാൻ, നെയ്മർ ജൂനിയർ എവിടെ? തൊള്ളത് പോണില്ലല്ലോ വയസ്സത്. ജനൂനോ ജിജപ്പച്ചോ എന്തൊക്കെ പേരാണ് വയസ്സ് പരിച്. ഇവിടെ ടീം ഏതന്നെ? സെനഗലോ? അല്ല, സെനഗലല്ലല്ലോ അല്ലേ. രാജല്ലല്ലോ. അത് കിട്ടിയില്ല. വല്ലാത്ത തോൽപ്പ്. നെയ്മർ അയച്ചൊന്ന് കളി മനക്കിയെടുക്കണം. ടോപ്പ് സ്കോററിൽ ഫസ്റ്റ് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തൊന്നും കഴിയൂല കേട്ടോ. ഗോളിൻ്റെ പട വരണം. 5-10 ഗോൾ ഇട്ടാലേ നെയ്മറിനൊക്കെ ടോപ്പ് സ്കോററിൽ എത്താൻ കഴിയുള്ളൂ. ടോപ്പ് സ്കോററിൽ ഇപ്പോൾ 6ാമതുണ്ട്. 5ാമതായിട്ട് ഓക്കെ, നമ്മൾ കൊണ്ടുവരും നെയ്മറാ റെഡി ആയിക്കോ. ലാഗായിപ്പോയി. ഞാൻ അങ്ങോട്ട് കൊടുത്തേനു സംഭവം. ഇത് മാറിപ്പോയി കുറച്ച്. രണ്ടാൾക്കാർ ഒരുമിച്ച് സ്കില്ലിട്ട് വീഴ്ത്താൻ നോക്കുകയാണ്. അഗ്രഷൻ ഇല്ലാതെ അഗ്രഷൻ വെച്ച് കളിക്കണം നോക്കുക നെയ്മർ. ഇതാണ് നെയ്മറിൻ്റെ മെയിൻ പ്രശ്നം. ഇല്ലാത്ത സാധനം വെച്ച് കളിക്കണില്ലല്ലോ. ഒരു ബ്ലിച്ച് അടിക്കാൻ നോക്കുമ്പോഴോ ബ്ലിച്ച് ഗോൾ. ഏതാ ബ്ലിച്ച്? കണ്ടില്ല, കേട്ടില്ല, ഒന്നും പറയണ്ട. നെയ്മറോടെ ബ്ലിച്ച് അടിച്ച് കാണിച്ചെടുത്തിട്ടുണ്ട്. നെയ്മർ ജൂനിയർ എവിടെ? ഇത്രയേ ഉള്ളൂ. അതോ സ്ക്രീനിലൊക്കെ അതാ വെള്ളം വരുന്നത് ഗൈസ്. എന്താ ചെയ്യുക? വിളിച്ചു നോക്കിട്ടാ. അങ്ങോട്ട് എടുക്കുന്നു. ഒന്നും ആദ്യം സ്കില്ലും എടുത്തില്ല. ഇവിടെ നിട്ടും ഞാൻ വിചാരിച്ച് പുറത്തേക്ക് ആ സാധനം നെക്കിൾ മാറി ഇങ്ങനെ എടുക്കുകയും നെയ്മർ ഞാൻ പറഞ്ഞു വിളിച്ച് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മാച്ചിൽ തന്നെ. നെയ്മറിനെ തൊട്ട് കളിച്ച നെയ്മർ
വിടൂല ആശാനെ. അതാണല്ലോ അതിൻ്റെ ശരി. അല്ല അതാ റിട്ടേൺ ഗോൾ അടിക്കാൻ വരുന്നത്. റൈക്കാർഡ്, ഹാജിരോ, ഫോർലാൻ. ഗായ്സ് അവിടെ ആളുള്ളതുകൊണ്ട് കിട്ടി. എത്ര മിനിറ്റ് ആഡ് ടൈം? ഒരു 4 മിനിറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിലാണ് നോക്കിയാണ്. ഈ ഒരു മിനിറ്റിൽ എന്തുണ്ടാക്കാനാണ് ഗായ്സ്? ഹാഫ് ടൈം വിസിലാണ്. സെവിയ നർവൻ BR 0, FC ബാഴ്സലോണ 1. നമുക്കുള്ള കളിയാണ്. നെയ്മറിന് ഒന്നൊന്നര വിളിച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലോ അല്ലേ? എൽഹാജി ദിയോഫ്, കാൻഡോണ, ബോയാൻ ക്രിക്കിച്ചോ കിട്ടിയില്ല ഗായ്സ്. എന്താ ചെയ്യുക? ഗബ്രിയേൽ സുവാസോ, ജിബ്രൽ സ്നോ, ജനാലു സാഞ്ചസ്, ലൂയിസാനോ അങ്കമ്മന്നോ, തങ്കായി നിയാസോനോ, നജ്മ കുദ്ദജിൽ, അസ്ബില കൊള്ള. ഗൈസ് ഇതിപ്പോൾ ബോളും കിട്ടുന്നില്ല, ഓരൊക്കെ നേരം കിട്ടണമില്ല, ഓരോ പേരിട്ട് വായിക്കാൻ കഴിയണമില്ല. അങ്ങനത്തെ രീതിയിലാണ് ഗൈസ്. നെയ്മർ പരിപാടി ഒരു സ്റ്റണ്ണിങ് പോട്ടെ ഗൈസ്, നടന്നില്ല. ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്കുള്ളതെല്ലാം ഉള്ളു ഇതൊക്കെ. നമ്മൾ സുഖമായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. വീണ്ടും നെയ്മറിലോട്ട് തന്നെ. നെയ്മറിനെ അടുത്ത വിളിച്ച് വീണ്ടും ബ്ലിറ്റ്സ് കോളറുമായി നെയ്മർ ജൂനിയർ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് നെയ്മർ ആദ്യമായിട്ട് വേറൊരു സെലിബ്രേഷൻ ഇവിടെയാണ് കോസിൻ്റെ കളിയാണ്. ആർമാദിക്ക് പിള്ളേരെ, ആർമാദിക്ക്, ഇത് നമ്മുടെ കളി. നെയ്മർ ഇതേ 2 ഗോളും ബ്ലിറ്റ്സിലൂടെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് നെയ്മർ. ഇറ്റ്സ് മീ നെയ്മർ ജൂനിയർ പരിപാടി. ഗാസ് ആ ഗോളൊക്കെ അവിടെ നിന്ന് ഇട്ടും ഓന എടുക്കാൻ വന്നപ്പോൾ ആടെ വിചാരിച്ച് ബോക്സിനുള്ളിൽ കയറി ഉള്ളിൽ ഇങ്ങനെ മെല്ലെ പോകുന്ന. പക്ഷേ ഇത് നെയ്മറാണ്. പല ട്രിക്കുകളും നെയ്മറിൻ്റെ ഒക്കെ ഉണ്ടാവും. ബിക്കോസ് ഹീസ് എ സെക്കൻഡ് ഗോട്ട് ഓഫ് ഫുട്ബോൾ. വീണ്ടും നെയ്മറിനെ അവസാനമായിട്ട് ഇപ്പോൾ ബോളേ കിട്ടുന്നില്ല. ജുവാനോലു സാഞ്ചസ്, അസിബിലിക്കേറ്റ, ഓദ്രിബിലിസോ, കാൻഡോണ ബോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ജുവാനോൾ സാഞ്ചസ്, ലൂയിസൻ അങ്കോമ അതാ വരണേ. ഞാൻ വിചാരിച്ച് തീരുന്നു. നമുക്ക് പ്ലേയേഴ്സുണ്ട്. ഇവർക്കൊരു കോർണർ കിക്ക് തന്നെ ആയിക്കോട്ടെ. കോർണർക്കൊക്കെ കിട്ടിയിട്ട് എന്തുണ്ടാക്കാനാണ്? ഇത് ഗോളാവില്ല. ഒലിവർക്കാൻ പറഞ്ഞാണ് എന്നോട്. ഒലിവർക്കാനോട് പറഞ്ഞാൽ ഇത് ഗോളായാൽ അടുത്ത കളി ഈ ഒരു ചാൻസ് ഇട്ട് ഗോളായാൽ അടുത്ത കളി ഇറക്കിക്കോ എന്നാണ് പറഞ്ഞത്. ഇറക്കണ്ട, അബിയാഡിനെ ഇറക്കിക്കോന്ന്. അത്രക്കും കോൺഫിഡൻസിൽ നിൽക്കുകയാണ്. പക്ഷേ ഡിഫൻഡേഴ്സൊക്കെ ഒന്ന് ഇതിടണം, തലയിടണം എന്ന് പറഞ്ഞത്. ഓക്കെ ചെയ്യാലോ ഗൈസ്. വീണ്ടും നെയ്മർ കൗണ്ടർ അറ്റാക്കാണ്. നെയ്മറിൻ്റെ വക ഫോർലാനൊക്കെ അവിടെ ത്രൂ വെക്കുന്നുണ്ട്. ഇത് നെയ്മറിൻ്റെ സ്റ്റണ്ണിങ്ങിനുള്ള ഏർപ്പാടാണ് ഗൈസ്. ഞാൻ വിചാരിച്ച് പോസ്റ്റ് കാണുന്നത് സ്റ്റണ്ണിങ് അറിയില്ലാത്ത കളിക്കുകയാണ്. സ്റ്റണ്ണിങ് അവിടെ നിന്നൊക്കെ പുറത്ത് കളിക്കാൻ ഞാൻ വിചാരിച്ചില്ല. പോസ്റ്റിക്കാണ് ഞാൻ വിചാരിച്ചത്. ഫോണൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയിപ്പോയി. കുഴപ്പമില്ല. നെയ്മർ ബ്ലിറ്റ്സ് അടിച്ച് അത് കൊണ്ടുവരും. ഹാട്രിക്കൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ച് ഈ കളിയിൽ. 2 ഗോൾ എന്തായാലും അടിച്ചിക്കണേ. ഇനി അടുത്ത ഗോളല്ലേ നെയ്മർ ഏർപ്പാടാക്കും. നെയ്മറല്ലേ ആൾ പറഞ്ഞതാണല്ലോ. ഒരു ത്രോ ആണ്. യു ഹാവ് ഇൻ ദി ക്രോസ് വൺസ് എ ഡേ ബ്രദർ. ക്രോസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നെയ്മറുള്ളപ്പോൾ ബ്ലിറ്റ്സ് അടിക്കാണ്ടൊരു സുഖമില്ലാണ്ടാണ് ബ്രോ. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇക്കെ സലാസ് ഭയങ്കര വെച്ചെടുത്തിട്ടുണ്ട്. റൈക്കാർഡ്, കാൻഡോണ. കാൻഡോണേക്ക് ബോൾ പോയി. എത്ര ചെയ്യുക? യു ആർ റഷ്യൻ ദി പ്ലേ. സത്യമാണ്. കാരണം എന്താ നമുക്കറിയില്ല. ഞാൻ പറ്റി പറഞ്ഞ സത്യമാണ്. അതുകൊണ്ടല്ലേ വെബ്ബോഡിയോളൊക്കെ പറയണേ. മോശമല്ലേ? ജോവാനുള്ള ഇത് ഹുയിസാണ്. നെയ്മറ എടുക്കുന്ന നെയ്മറ ചെസ്റ്റ്. ഏത് സ്കില്ല് എല്ലാവരും കണ്ട് ഞാൻ വിചാരിക്കുന്നു. ചെസ്റ്റിൽ ഇങ്ങനെ കൊണ്ടുപോകണം. ചെസ്റ്റിൻ്റെ ബോളായിട്ട് പോകണില്ല. ഇഷ്ടമായി ഗൈസ്. ആ സ്കില്ലൊക്കെ ഇഷ്ടമായി നെയ്മറിനോട് ആ കളി. ഞാനിത് ഇങ്ങനത്തെ ഒരു സാധനം ഇതിൽ കണ്ടിരുന്നു ഷോർട്സിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ എഡിറ്റിംഗ് ആണ്. പക്ഷെ ഇതാണ് റിയാലിറ്റി സാധനം ഗൈസ്. ഏതോ കളി നെയ്മർ കൊണ്ടുപോയി. ഞാനൊരു വ്യത്യാസം വേണ്ട ഗൈസ്. അത് ഡിഫൻഡർ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആദ്യം പാസ് എടുക്കുകയാണ് ഗൈസ്. സനേട്ടി പെട്ടെന്ന് പാസ് കൊടുത്തുകൂടെ? ഹാട്രിക്ക് എന്തൊക്കെയായാലും നടക്കൂല എന്നാണ് എൻ്റെ മനസ്സ് പറയണത്. ഇത്രക്കും നേരെ 82 മിനിറ്റായി. ഇനി നടക്കൂല ഗൈസ്. 82 മിനിറ്റിൽ എന്തുണ്ടാക്കാനാണ് ഇനി ഹാട്രിക്കൊക്കെ? 82 നെയ്മറിലോട്ട് തന്നെ കൊടുക്കുക. നെയ്മറെ സനേട്ടിക്കാണ്.
നെയ്മർ കാൻറ്റോണ. അത് കാൻറ്റോണ അവിടുന്ന് മെല്ലെ തൊട്ടടുത്ത് കേട്ട് ബോൾ വന്നെടുത്തു അപ്പോൾ ഒരു ഡിഫൻഡർ വന്നെടുത്തും ചെയ്തു. ഇസാക്ക് ഓഫ് സൈഡല്ലേ ഈസാനെടുത്തുണ്ട്. സനയാട്ടി കാൻറ്റോണ. 88 മിനിറ്റായി. 90+ എത്ര മിനിറ്റ് അതിനനുസരിച്ച് നമുക്ക് ഇനി ഗോളിലോട്ട് സാധ്യതയുള്ളൂ. 90+ ഒരു 5 or 6 കൂട്ടുകയാണെങ്കിൽ ഞാൻ അല്ല 2ൻ്റെയും -4 കൊടുത്തിക്കണേ. പക്ഷേ നെയ്മറാണ്, ഒന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും അവൻ്റെ വക ഗോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റാമിന ഇല്ലാണ്ട് വിളിച്ച് നേർക്ക് പോകാനും സാധ്യതയില്ല. ഇല്ല ഗായ്സ്, 2 ഗോൾ തന്നെയാണ് ഈ കളി. പിന്നെ ഇതുണ്ട് നമ്മൾ 2-0. ഇത് നമുക്കുള്ള ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ജയിച്ച് കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നെയ്മർ ജൂനിയർ എവരിബഡി മാൻ ഓഫ് ദി മാച്ച്. എന്തൊക്കെയാണ് എന്താ നെയ്മർ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കൊണ്ടുപോകും. അതിൽ ഒരു വ്യത്യാസവും ഇല്ല. വൈബ് പൊസിഷൻ. ഏതാ കളി? നെയ്മർ കാച്ചി പറഞ്ഞാൽ നെയ്മർ കാച്ചി. റയലും ജയിച്ചിരിക്കണേ. നമ്മൾ നല്ല 4ാം സ്ഥാനത്തോട്ട് നമ്മൾ പൊങ്ങിയിരിക്കണേ. ഇതൊക്കെ സുഖമല്ലേ? കോമ്പറ്റീഷൻ ഇൻഫോളിന്ന് നെയ്മർ ഇവിടെ എത്തി. 8 ഗോളായി. 5ാം സ്ഥാനത്ത് കയറിയാണ്. 14 ഗോളാണ് 1ാം സ്ഥാനത്തുള്ള ആൾ. മീൻസ് 2, 4, 6. കുറച്ച് കൂടുതലാണല്ലോ. നമ്മൾ 6 ഗോളൊക്കെ ഇട്ടാലേ അങ്ങോട്ട് പറ്റുള്ളൂ. നമുക്ക് എംബാപ്പേനെ തോൽപ്പിക്കാൻ നോക്കിയാൽ മതി. ഇപ്പോൾ അല്ലെ അൽവാരസ് നടക്കില്ല. എന്നാലും മിത്ര സ്പിൻഫാങ് നമ്മൾ വിട്ടിട്ടാണ്. പിന്നെ അസിസ്റ്റിലൊന്ന് റൈക്കോടൊക്കെ പോയിട്ടുണ്ട്. ഒരു മാച്ച് കൂടി കളിക്കണം. കളിച്ചാലും കളിക്കുന്നിട്ട് നമ്മൾ കളി അറിയിട്ടാരോ ഫസ്റ്റ് നിൽക്കുന്ന ടീം ആരാ? ബിൽബാവോ VR. ആ ബിൽബാവോനെ തന്നെ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. ബിൽബാവോനോട് ഈ മാച്ചും അല്ല. അത് നമുക്കെന്ത് ഇനി അടുത്ത പ്രാവശ്യം എൽ ക്ലാസിക്കോ എപ്പോഴും നോക്കാം. നമ്മൾ എൽ ക്ലാസിക്കോ എല്ലാവരോട്ടെ പൊട്ടീനല്ലോ 3-0. പക വീട്ടണ്ടേ? മാച്ച് ഡേ 25. ഇപ്പോൾ എത്ര മാച്ച് ഡേ? 12. 13. കുറച്ച് ടൈം എടുക്കും ഗൈസ് മാച്ച് ഡേ 25 ആവാനേ. ഒരു കളിയും കൂടി മാച്ച് കൂടി കളിച്ചു നോക്കാം. നെയ്മറിനെ വിളിച്ചൊക്കെ അങ്ങോട്ട് നിന്ന് വിട്ടേക്കാം. നെയ്മറിനെ തൊട്ട് കളിച്ച ഇത് ഞങ്ങളെ കളിയാണ്. വീണ്ടും ഞങ്ങൾ കളിക്കും. പണ്ടേ സീനാണ്. നെയ്മറിൻ്റെ വിളിച്ച് ഇനി കണ്ടില്ല കറണ്ട. നെയ്മർ ഏതാ കളി? നെയ്മർക്ക് ഇഷ്ടമായി. നെയ്മർ സീൻ, നെയ്മർ കിണ്ണം, നെയ്മർ പടു ഏതോ സാധനം. നെയ്മർ ഒറ്റക്ക് മതി ശരിക്കും കളിക്കാൻ. പക്ഷേ നെയ്മർ പറയാൻ ലെഫ്റ്റ് വിങ് ഭരിക്കാൻ ഞാൻ മതിയെങ്കിലോ റൈറ്റ് വിങ്ങൊക്കെ പിന്നെ ആര് ഭരിക്കും കഴിവയാ. അപ്പോൾ റൈറ്റ് വിങ്ങും നിനക്ക് പൊസിഷൻ ഉണ്ടല്ലോ ചോദിക്കുമ്പോൾ അത് എനിക്ക് ശരിയാണ്. അത് ഞാൻ ഭരിക്കാം. അപ്പോൾ അറ്റാക്ക് മിഡ്ഫീൽഡറോ അതും ഭരിക്കാം. സെൻറ്റർ ബാക്കും കീപ്പർക്ക് ആര് നിൽക്കും അല്ലയാ? അതാണ് ചോദിക്കുന്നത് നെയ്മർ. അതൊക്കെ ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അതല്ല എൻ്റെ ശരി. പ്ലസ് ഗാർഡിയോള vs എഫ് അമാർട്ടിൻ. 1ാം സ്ഥാനക്കാരായിട്ട് തോറ്റാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ തോറ്റാൽ ഓർക്ക് നാണക്കേടാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷേ നെയ്മറാണ് പോനെ. ഇവനെ ഞങ്ങൾക്കൊന്നും നോക്കാൻ കഴിയൂല. ഇവർ ആദ്യമായിട്ടാണ് നെയ്മറിനെ തടയാൻ പോണേ. ഇല്ല കളിച്ചിട്ടുണ്ടാവില്ല കാശ്. മാച്ചിൻ്റെ 13 കളിച്ചിട്ടുണ്ടാവില്ല. നെയ്മർ ഒരു 1-1 വിളിച്ച് ഗോൾ. ഏതാ വിളിച്ച് വീണ്ടും കാശ്. നെയ്മർ ആരാണ് തെളിയിച്ചു കൊണ്ട് നിൽക്കുകയാണ്. വിളിച്ച് പറഞ്ഞാൽ നെയ്മറിനില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാശ്. കഴിഞ്ഞ കളി നെയ്മർ വിളിച്ച് പോയി ശരിയാണ്. പക്ഷേ റിട്ടേൺ ഒരു 1-1 വിളിച്ചായിട്ട് തന്നെ തുടങ്ങിയിരിക്കുന്ന കാശ്. ഏതാ കളി? 2 കളിയിലും അടുപ്പിച്ച്. ഈ കളി കാരണം 5ാം മിനിറ്റ് തന്നെ. അത് 1ാം സ്ഥാനക്കാരായ ടീമിനോടാണ് കാശ് ഇതൊക്കെ നടക്കണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ആരെങ്കിലുമൊക്കെ. ഇതൊക്കെ ഇടാ അങ്ങോട്ട് തന്നെ എടുക്കും. ഏതോ ഗോള് ബ്ലിറ്റ്സ് ഗോള്. ഇങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വളഞ്ഞിട്ടാണ് കാശ് പോണേ. ഏതാ കളി? 5ാം മിനിറ്റ് തന്നെ. അത് 1ാം സ്ഥാനക്കാരായ ടീമിനോടാണെന്ന് പറയുമ്പോൾ ഒരു രോമാഞ്ചം കാശ്. കാരണം എന്താ വെച്ചാലേ ചിലപ്പോൾ ഇക്കളി പൊട്ടിയാൽ 2ാം സ്ഥാനക്കാരായ ആൾക്കാർ 1ാം സ്ഥാനത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സമാധാനമുണ്ട് ഗൈസ്. നെയ്മറിനെ വീണ്ടും നെയ്മറിനെ തൊട്ട് കളിച്ചാൽ നെയ്മർ ഇറങ്ങി കളിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഫ്രീ കിക്ക് ഗൈസ്. നെയ്മർ ഇഞ്ചുറിയാ. നെയ്മർ മഞ്ഞക്കാടൊക്കെ കൊടുക്കണ്ടല്ലോ. ഞാൻ ടാക്കിൾ ചെയ്തൊന്നും കണ്ടില്ല.
സംഭവം നെയ്മർ ബാഗ് എടുത്തു കാലാണ്ട് വെച്ചിക്കാണ്. പിന്നെ നെയ്മർ ഇറങ്ങിയ റിയാലിറ്റിയിലാണെങ്കിലോ നെയ്മറിനെ തള്ളിയിടാതെ ആൾക്കാർ പോലെ ഗൈസ്. എന്താ എനിക്കും അറിയില്ല. ഫോർലാനാണ് എടുക്കുന്നത്. സെലക്ട് കിക്കർ എടുത്തിട്ട് നെയ്മർ എടുത്ത് നോക്കാം. നമ്മൾ ബൂസ്റ്ററൊക്കെ ഫ്രീ കിക്ക് ടേക്കിംഗ് ഒക്കെ കൊടുത്തതല്ലേ, എല്ലാം ഇവിടുന്ന് ഉണ്ടാക്കുമോ നോക്കാം. ബ്ലിറ്റ്സ് എന്തായാലും ഇവിടുന്ന് നടക്കൂല ഗൈസ്. കൊടുത്തണ് തട്ടി ഇടുകയാണ്. ഫോർലാൻ്റെ സീസർ കട്ട് ബൈസൈക്കിളാണ് ഗൈസ്. സീസർ കട്ടല്ല, അതിന് പോലത്തേനു. പക്ഷേ പുറത്ത് കാണുന്ന മാത്രമേ ഉള്ളൂ. ട്രൈ ചെയ്തില്ല, അതന്നെ വലിയ കാര്യമല്ലേ. കുഴപ്പമില്ല, ട്രൈ ചെയ്ത് വെച്ചപ്പോൾ നല്ലതാ. അതും ഫാർ പോസ്റ്റും കൂടി ആകുമ്പോൾ ഗോളാവാനും സാധ്യതയില്ലല്ലോ. ഫോർലാന് വീണ്ടും നെയ്മറിലോട്ട്. നെയ്മർ ജൂനിയർ ഈ സ്കില്ലാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത ഗൈസ്. ഇവർ എന്തൊക്കെ ചെയ്യാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അടുത്ത വിളിച്ച് അത് ഗോളാവും ഞാൻ വിചാരിച്ചില്ല. ഏത് ഗോള് ഇത് നെയ്മർ കൊണ്ടുപോയിട്ടാ. നെയ്മറിന് മിക്കവാറും ടോപ്പ് സ്കോറിലോട്ട് എത്താൻ സാധ്യതയുണ്ട്. ഏതാ കളി, ഞാൻ അത് ഗോളാവും വിചാരിച്ചില്ല. അവിടുന്ന് വെറുതെ ഒന്ന് കൊടുത്തു നോക്കിയതാണ്. അപ്പോൾ ഗോളോ കുഴപ്പമില്ല. ഏത് കളി നോക്കിയതാ. അവിടുന്ന് 1.5 അടിയാണ് അവിടുന്ന്. ഓ ആ ടോപ്പ് കോർണറിലോട്ട് നെയ്മർ കയറ്റി കാശ്. നെയ്മറിനെ തൊട്ട് കളിച്ച നെയ്മർ വെറുതെ കൂലാൻ പറയണത് ശരി തന്നെയല്ലേ. ഫൗള് വെച്ചിട്ട് എന്താ കാര്യമില്ല. നെയ്മർ അങ്ങനെ ഇങ്ങനെയൊന്നും വീയൂല. ആരൊക്കെ തൊട്ടാവാടി വിളിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ഇങ്ങനെ വീയൂല. അത് തക്കതായ കാരണങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ് ഗൈസ് ഇത് നെയ്മർ കൊണ്ടുപോയി. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല മകനെ, കാര്യമില്ല. വീണ്ടും കാൻറ്റോണ അത് കൊളാവാൻ സാധ്യതയുണ്ട്. കൊളായി ഗൈസ്, കൊളായി. എന്തൊക്കെയായാലും എന്താ ഇത്രക്കും 2 ഗോള് പിന്നിട്ട് 10 ഗോൾ വയ്ക്കണേ നെയ്മർ. 11 ഗോളാണ് 3-ാം സ്ഥാനക്കാരനായ കിലിയൻ എംബാപ്പെ. പക്ഷേ എംബാപ്പേനെ ചാടി അതോ ഇനാഗി വില്യംസ് ഇവിടെ ഉണ്ട്. ഇനാഗി വില്യംസ് 1-ാം സ്ഥാനക്കാരനായ 14 ഗോളക്കാരൻ. ഓണൊക്കെ മിക്കവാറും യൂലിയൻ അൽവാരസ് വെട്ടിക്കും ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഈ കളി ഇനാഗി വില്യംസ് ഗോൾ ഇടൂല. അത് എൻ്റെ വാക്കാണ് വെച്ചത്. ശരിയാവാതെ ഇരിക്കുവോ, ശരിയാവാതെ ഇരിക്കുവോ, ശരിയാവാതെ ഇരിക്കുവോ ഗൈസ്. ഐറോസ് ഡ കലട്ടാറ്റ ഗൈസ്. ഭയങ്കര കേച്ച് ത്രോ മിസ്സാക്കിയിട്ടുണ്ട്. കിട്ടിയത് 1.5 പാസ് കൊടുക്കാനാണ് പ്ലാൻ, നടന്നില്ല. അടുത്ത പ്രാവശ്യം റെഡി ആക്കുമല്ലോ. സനേട്ടി നെയ്മറിലോട്ട് പെട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അഗ്രഷനും ആക്രേഷനും ഇല്ലാതെ റോഡ് നോക്കാന്നാലും അങ്ങനെയെങ്കിലും ഓടുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. ഗൈസ് ഇവിടുന്ന് അത് നടക്കൂല. എത്ര ആൾക്കാരാ മുമ്പിൽ, 2 ആൾക്കാർ മല പോലെ കിടും. പിന്നെ എങ്ങനെ നടക്കുക. നമുക്ക് എംബാപ്പേനെ ഒന്ന് വെട്ടിക്കാൻ നോക്കണം. എംബാപ്പേനെ കടത്തി വെട്ടിച്ചാൽ ഒരു സമാധാനമാണേ. കിലിയൻ എംബാപ്പെ. എംബാപ്പെ നെയ്മറും പിന്നെ പണ്ട് ഫ്രണ്ട്സിന് PSG-യിലായപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എംബാപ്പേനൊക്കെ നെയ്മറിന് സുഖമായിട്ട് വെട്ടിക്കാം. നെയ്മർ വീട്ടിനാണ്. എംബാപ്പേനെ ഇത് കാണണമെന്നുണ്ടൊക്കെ ഉണ്ടാവും. നമുക്ക് കാണാനേ ഇവിടെ മാച്ച് ഡേ at 25 എൽ ക്ലാസിക്കോണ് വരുന്നത്. എന്തൊക്കെയാലും നീ എംബാപ്പെ എതിരായിട്ട് കളിച്ചിട്ടില്ലല്ലോ. ഇനി വേണമെങ്കിൽ വേൾഡ് കപ്പിന് കളിക്കാം. ബ്രസീൽ vs ഫ്രാൻസ്. ഓ സ്വാൻ ബൂട്ടൺ നെയ്മർ ജൂനിയർ വെരി അടുത്ത ബ്ലിറ്റ്സിനുള്ള ഏർപ്പാടിലാണ് ഗസ്. നെയ്മർ 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 ഗൈസ് കഴിക്കുന്നു. കുറേ നേരം കഴിക്കത്തന്നെ വെച്ചാണ് ഗോള്. ബ്ലിറ്റ്സടിക്കാനോ നടന്നില്ല. നമ്മൾ ചെയ്യും ഗൈസ്. ഗ്ലൂസണൊക്കെ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടാണ് വന്നത്. നല്ല തണുപ്പുണ്ട് തോന്നുന്നുണ്ട്. നെയ്മർ തന്നെ 2 ഗോളും പടച്ചില്ലേ, അതന്നെ വലിയ കാര്യമാണ്. എന്തായാലും 10 ഗോളിൽ 4th എന്തൊക്കെയായാലും എത്താൻ സാധ്യതയുണ്ട്. എന്താ ചിൻസിങ്കോവാ അങ്ങനെ എന്തായാലും വെട്ടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇനി നോക്കേണ്ടത് ഒരേ ഒരാളാണ്, എംബാപ്പെ. കിലിയൻ എംബാപ്പെ. എംബാപ്പെ ഇപ്പം എന്തായാലും ഒരു 12 ഗോളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 13 ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഇനാഗി വില്യംസ് മിക്കവാറും സെക്കൻഡിലോട്ട് പോകും കേട്ടോ, എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇക്കളി ഈ ടീമിൽ ആരാ അറിയും, ഇനാഗി വില്യംസാ. അവൻ ഇക്കളി എന്തായാലും കൂടില്ല, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ വാക്കാണ്, തെറ്റില്ലല്ലോ ഗൈസ്. നെയ്മർ 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 ഗൈസ്, ആ ടേൺ വല്ലാത്ത ടേണായി പോയി, സ്ഥലം മാറിപ്പോയി. ഇനാഗി വില്യംസ് അങ്ങനെയൊന്നും കേട്ടില്ല. കാരണം എന്താ അറിയോ, ഇനാഗി വില്യംസ് അവസാനം വെച്ചെങ്കിലും ഗോൾ അടിച്ചാൽ അവർക്കൊരു സമാധാനം ഉണ്ടാവും.
എന്നെ നമ്മൾ സമ്മതിക്കൂലല്ലോ. ഇനാഗി വില്യംസിന് ഗോളടിക്കാൻ ഇവിടെ ആരും സമ്മതിക്കൂല, നമ്മുടെ ടീം പ്രത്യേകിച്ച്. ഓ ഗായ്സ് നെയ്മർ ജൂനിയർ പോണ പോക്കണ്ട, ആർക്കും പോയിട്ട് കാര്യമില്ല എന്നറിയാം. അതുകൊണ്ട് ആരും എടുക്കാനൊന്നും പോകത്ത്. ഒന്ന് ഇതിനെ ട്രൈ ചെയ്യട്ടെ, ബ്ലിറ്റ്സ് അടിക്കാൻ. അതിനായിട്ട് സമ്മതിക്കണമില്ല. സനേറ്റിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് കിട്ടിയ ഉടനെ ആൾക്കാർക്ക് പാസ് ചെയ്യണത്. ഗൈസ് ഞാൻ പറഞ്ഞ എന്തുണ്ടാക്കാനാണ്, ഒരു അടി. ഓ ഗൈസ് ക്രോസ് ബാർ തട്ടിപ്പോവാണ്. എത്ര കഷ്ടമാണിത്, എത്തപ്പോൾ ഇത് കഷ്ടിച്ച് വിളിച്ചടിച്ചപ്പോൾ ക്രോസ് ബാർമ തട്ടിപ്പോയി. ഗൈസ് ഇനാഗി വില്യംസ് ഗോളടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സാൻസെറ്റ് അവിടെ കൊടുത്ത് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല പറയണ. വാൻ ബോർഡെന്നൊക്കെ പറഞ്ഞാണ്. ഓ ഗൈസ് ക്രോസ് ബാർ ഭാഗ്യമുണ്ട്. ഓരോ ടീമിനെ ഗോൾ അടിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല. ക്ലീൻ ഷീറ്റും കവർ. ഓ ഗൈസ് സ്റ്റാമിന പോകേണ്ട, ഇനി ബ്ലിറ്റ്സ് ശരിയാവുമെന്ന് അറിയില്ല. ബ്ലിറ്റ്സ് ഇനി ശരിയാവണമെന്നില്ല എനിക്ക് തോന്നണില്ല. നമ്മൾ കഴിഞ്ഞ കളീൻ്റെ മുമ്പത്തെ കളിയിൽ നെയ്മറിൻ്റെ ബ്ലിറ്റ്സ് എവിടെ പോയി പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടില്ലേ, അത് വേറെ ഒന്നുമില്ല എനിക്ക് തോന്നുന്നത്. സ്റ്റാമിന ഇല്ലേ എനിക്ക് ഓർമ്മയിൽ അതുകൊണ്ടാണ് ബ്ലിറ്റ്സ് പോയത്. അങ്ങനെ നെയ്മറിൻ്റെ ബ്ലിറ്റ്സ് പോകില്ല, നിക്കളി തെളിയിച്ചെന്നില്ലേ ഗൈസ് നമുക്ക് നെയ്മർ ബ്ലിറ്റ്സ്. അപ്പം എന്തായാലും കളി കണ്ടറിയാ. നെയ്മർ ഗൈസ് നെയ്മർ സ്റ്റാമിന പോയിട്ട് വിളിച്ചടിക്കുകയാണ് ഗൈസ്. നെയ്മർ ഏതാ കളി? ഓ അത് മതി, ആ കളി നമുക്ക് ഇനിയും വേണം. സ്റ്റാമിന പോയിട്ട് കഴിഞ്ഞ കളീൻ്റെ മുമ്പത്തെ കളിയൊക്കെ നെയ്മറിന് ബ്ലിറ്റ്സ് പോയത്. പക്ഷേ ഇക്കളിയിൽ അത് കുഴപ്പമില്ല, സ്റ്റാമിന ഒന്നും വിഷയമില്ല പറയാൻ. നെയ്മർ എന്തൊക്കെ എന്താ നമ്മൾ കൊണ്ടുപോകും ഗൈസ് കളി. അമേരിക്കനല്ലോ പോട്ടെ ഗൈസ്, കഴിക്കുന്ന പോവോ? ഇനാഗി വില്യംസ് ലാസ്റ്റ് വെച്ചും ഗോൾ അടിക്കലട്ടാ. 11 ഗോളായി. എംബാപ്പെ കഴിഞ്ഞ കളി ഗോൾ അടിച്ചിട്ടില്ലാണ്ടെങ്കിൽ ആണെങ്കിൽ തേർഡിലോട്ടോ അല്ലെങ്കിൽ ഫോർത്ത് എന്തായാലും എത്തും. അതിന് കുറച്ചൊക്കെ വിശ്വാസമുണ്ട് നെയ്മറല്ലേ എത്താതെ കൂല. റൈക്കാർഡ് ഗൈസ്, ഫ്രാങ്ക് റൈക്കാർഡ് എന്തൊക്കെ ചെയ്തിട്ടും വിടണില്ല. ഇങ്ങനെയൊന്നും വിടൂലുള്ള വാശിക്ക് തന്നെയാണ്. ഐത്തർ പാരാഡസ്, നീക്കോ വില്യംസ് ഞാൻ വിചാരിച്ച് ബിൽബാവോയിലെ നീക്കോ വില്യംസ് ആവും റെക്കോർഡ് ഉണ്ടാവുകയാണ്. ഇനാഗി വില്യംസിന് ഗൈസ് കുഴപ്പമില്ല, അവർക്കൊരു കോർണർ. ബിസ്മില്ല, ലാസ്റ്റ് മിനിറ്റാണ്. ഇനാഗി വില്യംസ് ഇപ്പോഴായിട്ട് വന്ന് ഗോൾ അടിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിൻ്റെ കൈക്കൽ ഗൈസ്. അവിടെ നിന്നും കളിക്കല്ല അങ്ങനെ ഗൈസ്. അത് പാസ്സൊന്നും ആർക്കും അതിനോട് നെയ്മറിൻ്റെ പകരം കൊണ്ടുപോകും. അങ്ങനെ ഫൈനലിസ്റ്റിൽ വാങ്ങി ഹാട്രിക്ക് വാങ്ങി നെയ്മറും ബോളതാ കൊണ്ടുപോകുന്നു. നെയ്മറിനുള്ള ഞാൻ കളി തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞില്ലേ, ഈസി പീസി. നെയ്മറിനെ തൊട്ട് കളിച്ചാൽ അറുത്ത് കളയും. ഇറ്റ്സ് നെയ്മർ ജൂനിയർ. റയൽ മാഡ്രിഡിൻ്റെ കളി എന്തായി അത് മാത്രം പറഞ്ഞാൽ ഒരു ഗോളിനാണ് ജയിച്ച്. നമ്മൾ 4ാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്ത്. കുഴപ്പമില്ല, നമ്മൾ നോക്കിക്കൊണ്ട് അടുത്ത കീ മാച്ചാട്ടാ. അത് നോക്കാം. കോമ്പറ്റീഷൻ ഇൻഫോയിലൊന്ന് പോയോക്കട്ടെ. അല്ല കോമ്പറ്റീഷൻ ഇൻഫോയിൽ ഗോൾ സ്കോററിൽ 3ാം സ്ഥാനത്ത് ആരാ നിങ്ങൾക്ക് അറിയോ? നമ്മളെ ചെക്കനാ 11 ഗോള്. നമ്മളെ ഏറ്റു. ഇങ്ങനത്തെ ടീമുകളൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇവിടെ എത്തിക്കണേ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തുവാണ് ടാറ്റാ.